കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ടെക് ഫെസ്റ്റിനിടെയുണ്ടായ ദുരന്തത്തിൽ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിനെതിരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ 6 പേരോട് മാത്രം വിശദീകരണം ചോദിച്ച് അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് വിമർശനം. രജിസ്ട്രാറുടെ കത്തിനെക്കുറിച്ചോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചോ അന്വേഷിച്ചില്ല. പരാതിയുമായി ചാൻസലറെ സമീപിക്കുമെന്നും അനധ്യാപക ജീവനക്കാരുടെ സംഘടന വ്യക്തമാക്കി. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അജീഷ്, എന്താണ് ഈ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിനെ പറ്റിയുള്ള ഇവരുടെ വിമർശനം? വേണു, കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് കുസാറ്റ് ക്യാമ്പസിലുള്ള ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ ദുരന്തം. ആ ശബ്ദ സംപ്രേഷണത്തിൽ പ്രശ്നമുണ്ട്. അജീഷ് ജയകുമാറിലേക്ക് വീണ്ടും എത്താൻ കഴിയും. അജീഷ്, പറഞ്ഞോളൂ. അജീഷ്, കേൾക്കാമോ? ഈ 25-ാം തീയതി നടന്ന ദുരന്തത്തിന് വേണു കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ അജീഷ്. വേണു, ഈ കഴിഞ്ഞ 25-ാം തീയതി നടന്ന ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ 27-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് 3 പേരടങ്ങുന്ന ഉപസമിതിയെ നിയോഗിച്ച് ഇതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ആ ഉപസമിതി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടെക് ഫെസ്റ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന 3 അധ്യാപകർക്കും 3 വിദ്യാർത്ഥി പ്രതിനിധികൾക്കും ഒപ്പം ഡെപ്യൂട്ടി രജിസ്ട്രാർ തുടങ്ങിയവർക്കുമാണ് വിശദീകരണം ചോദിച്ചത്. ഈ വിശദീകരണം ചോദിച്ചതിനപ്പുറം മറ്റു കാര്യങ്ങളും മറ്റു നടപടികളൊന്നും ഉപസമിതി എടുത്തിട്ടില്ല എന്നാരോപിച്ചാണ് ഇപ്പോൾ കൊച്ചിൻ എംപ്ലോയ്മെൻറ്റ് യൂണിയൻ ഇപ്പോൾ ഒരു പ്രതിഷേധമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ പല കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തെ ഇതിൽ കക്ഷി ചേർത്ത് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ രജിസ്ട്രാർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട ഒരു കത്ത് പ്രിൻസിപ്പൽ രജിസ്ട്രാർക്ക് നൽകിയിരുന്നതായിട്ടും അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ ആ കത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം പോലും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ 6 പേർക്ക് വിശദീകരണം ചോദിച്ചതിനപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു. ഇങ്ങനെ പല ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ സംഘടനയായ കൊച്ചിൻ എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനായി ഇവർ ഹൈക്കോടതിയിൽ നിലവിൽ ഒരു കേസുണ്ട്. ആ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകും. കൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ സമാന്തരമായിട്ടൊരു പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ആ പോലീസ് അന്വേഷണവുമായി സഹകരിക്കും. തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനോടും സമീപിക്കുമെന്നും ഇവർ പറയുന്നു. കൂടാതെ ഗവർണർക്കും ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടിയതിന് ശേഷം ഈ റിപ്പോർട്ടിൻ്റെ പരാമർശങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം ഗവർണർക്കും മറ്റൊരു പരാതി നൽകുമെന്നും ഈ എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ 3 പേരടങ്ങുന്ന ഉപസമിതി റിപ്പോർട്ടിനെ തള്ളിക്കളയണമെന്നാണ് ഈ എംപ്ലോയീസ് യൂണിയന്റെ ആവശ്യം. വേണം. അജീഷ് ജയകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.